ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡേറ്റ്സ് കേക്ക് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് കേക്കാണ് കേട്ടോ. ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് പതുക്കെ ഹീറ്റ് ചെയ്തെടുക്കണം. ഫസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ടതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് പതുക്കെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ലോയിലേക്കാക്കി നന്നായി ബ്രൗൺ കളറാകുന്നത് വരെ മെൽറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ പഞ്ചസാര നന്നായി കാരമലൈസായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ബോയിലായി കാരമലൈസായ പഞ്ചസാര നന്നായി മെൽറ്റായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് ഡേറ്റ്സ് പ്രിസർവ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഡേറ്റ്സ് പ്രിസർവ് ചെയ്യുന്ന രീതി ഇതിനു മുമ്പ് ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഡേറ്റ്സ് ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു മിക്സിയുടെ ഗ്രൈൻഡിങ് ജാറിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ഗ്രാമ്പു ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് മൈദ ഒരു സീവറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/8 ടീസ്പൂൺ ഉപ്പ് എന്നിവ ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് 3 തവണ സീവ് ചെയ്തെടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായി മിക്സായി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ 3 തവണ സീവ് ചെയ്തെടുക്കുന്നത്. സീവ് ചെയ്തെടുത്ത ശേഷം ഇത് മാറ്റി വയ്ക്കാം. ഇനി 2 മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത് ലോ സ്പീഡിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഡേറ്റ്സ് മിക്സ് നന്നായി ചൂടാറിയ ശേഷം ഒരു വലിയ മിക്സിംഗ് ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വിസ്ക് ഉപയോഗിച്ച് കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അടിച്ചു വെച്ച മുട്ടയുടെ മിക്സ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായി മിക്സായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് മിക്സ് കുറേശ്ശെയായി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 2-3 പാർട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ലാസ്റ്റ് ഇതുപോലെ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് കാഷ്യൂസ് കുറച്ച് പൊടിച്ചത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് മാറ്റി വെച്ചതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാഷ്യൂസിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാഷ്യൂസ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വേണം ഡ്രൈ ഇൻഗ്രീഡിയൻറ്റിലിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. കാഷ്യൂസ് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് മിക്സിൽ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നത് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ കാഷ്യൂസും കേക്കിൻ്റെ താഴെ പോയി സെറ്റാകാതിരിക്കാനാണ്. ഇനി കേക്ക് ബാറ്റർ കുറച്ച് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക്
4 ടേബിൾ സ്പൂൺ വരെ ചെറിയ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നാല് മുതൽ 6 ടേബിൾ സ്പൂൺ വരെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ. ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ കിട്ടേണ്ടത്. ഒരു സ്പാച്ചുല ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കേക്ക് ഉണ്ടാക്കുന്ന ടിൻ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് ഒന്നുകൂടി ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയൊരു സ്ക്യൂർ ഉപയോഗിച്ച് എയർ ബബിൾസ് റിമൂവ് ചെയ്ത് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ ഓവൻ സെറ്റപ്പ് റെഡിയാക്കി വെക്കണം. ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് നന്നായി ഹീറ്റ് ചെയ്തെടുക്കണം. ഡെക്കറേഷന് വേണ്ടി കുറച്ച് കാഷ്യൂസ് മേളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നോൺ സ്റ്റിക്ക് പാൻ ചൂടായതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്ത് അതിന് മുകളിൽ കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ക്ലോസ് ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് 30 മിനിറ്റ് ബേക്ക് ചെയ്യണം. 30 മിനിറ്റ് ആകുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് 25 മിനിറ്റ് കൂടി ബേക്ക് ചെയ്തെടുക്കണം. ഡേറ്റ്സ് കേക്കിൻ്റെ നടുഭാഗം ബേക്ക് ചെയ്ത് കിട്ടാൻ കുറച്ച് സമയം അധികം എടുക്കും. ഏകദേശം 1 മണിക്കൂർ അടുത്താകുമ്പോഴേക്കും ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സ്ക്യൂർ ഉപയോഗിച്ച് കുത്തി നോക്കിയപ്പോൾ നന്നായി ബേക്കായി കിട്ടിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഒന്ന് കുത്തി നോക്കണം കേട്ടോ. ദാ ഡേറ്റ്സ് കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഡേറ്റ്സ് കേക്കിന്. നല്ല സോഫ്റ്റ് മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് ഡേറ്റ്സ് കേക്ക്. ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.